ഹലോ, എല്ലാവർക്കും എൻ്റെ അമ്മയ്ക്കും ബ്ലോഗ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നൊരു ശനിയാഴ്ചയാണ് ഇവിടെ. അപ്പോൾ ഇന്ന് വൈകിട്ട് നമുക്ക് ഫ്രണ്ട്സൊക്കെ ആയിട്ട് പുറത്ത് ഒരു ഗെയിം കളിക്കാൻ പോകാമെന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ എൻ്റെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഈ ബൗളിംഗ് എന്ന് പറഞ്ഞ ഗെയിം. അപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ കാണാട്ടോ. ഇപ്പൊ നമ്മുടെ ഫ്രണ്ടായ ആതിര ചേച്ചീനെയും ഹസ്ബൻഡിനെയും പിക്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മള് അവരെ വീട്ടിൽ പോയിട്ട് അവരെ പിക്ക് ചെയ്തിട്ട് ആണ് നമ്മൾ ബൗളിംഗ് സെന്ററിലേക്ക് പോണേ. അവിടെ വേറെ 2-3 ഫ്രണ്ട്സ് കൂടി വരും അവിടേക്ക്. ചേച്ചി ചേട്ടാ നമ്മുടെ ഫ്രണ്ട്സ് രണ്ടുപേരും കേറിയിട്ടുണ്ട്. ഹായ് പറയൂ. ഹലോ, നമ്മളിപ്പോ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇത് വേറൊരു ആതിര ചേച്ചി, ഇത് ആതിര ചേച്ചിയുടെ ഹസ്ബൻഡ് ചൈതന്യ ചേട്ടൻ, ഇത് പിന്നെ എന്റെ ഹസ്ബൻഡ് ആകില്ലേ. നമ്മളിപ്പോൾ ഉള്ളത് ഔബൺ ഹിൽസിലുള്ള ഗ്രേറ്റ് ലേക്സ് ക്രോസിംഗ് ഔട്ട്ലെറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു മാളിൻ്റെ അകത്താണ്. ഇതിൻ്റെ അകത്താണ് നമ്മുടെ ബൗളിംഗ് സെൻറ്റർ ഉള്ളത്. നമ്മൾ വരുന്ന റൗണ്ട് 1 ബൗളിംഗ് ആൻഡ് അമ്യൂസ്മെന്റ് ഈ മാളിൻ്റെ അകത്താണ്. ഹലോ ഹലോ, ഇത് വേറെ 2 ഫ്രണ്ട്സ് ആണ്. ഇത് നിജ്, ഹലോ, ഇത് മനുചേട്ടൻ. അപ്പം നമ്മൾ ബൗളിംഗ് കളിക്കാൻ പോകാൻ പോവാണ്. അപ്പം നമ്മൾ ബൗളിംഗ് കളിക്കുമ്പോൾ അവർ തരുന്ന ഷൂസ് എന്തായാലും ഇടണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വഴുക്കാണ്ടൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് അവർ നമുക്ക് ഷൂസ് വരെ അത് ഇട്ടിട്ട് വേണം നമ്മൾ കളിക്കാനായിട്ട്. അപ്പോൾ ഇവിടെ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും എല്ലാ സൈസിലുള്ള ഷൂസ് ഇവിടെ ഉണ്ട്. അതിൽ നമുക്കൊരു ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമ്മുടെ ഷൂസ് വരും. എന്റെ കാലിനൊക്കെ വലുതാവുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഷൂ ഒക്കെ എടുത്തിട്ട് ഞങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു. ബൗളിംഗ് ലൈനിൽ വന്നിരുന്ന് ഞങ്ങൾ ഷൂ ഒക്കെ ഇട്ടു. ഈ ബൗളിംഗ് ഗെയിമിൻ്റെ വേറൊരു പേരാണ് 10 പിൻസ് ഗെയിം. അപ്പോൾ ഇതെങ്ങനെ കളിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇങ്ങനെ കുറേ പല വെയിറ്റുകളിലുള്ള ബോൾസ് ഉണ്ടാവും. അത് നമ്മൾ ഈ നമുക്ക് തന്നിരിക്കുന്ന ലൈനിൻ്റെ അറ്റത്തായിട്ട് ട്രയാങ്കിൾ ഷേപ്പിലായിട്ട് ഇങ്ങനെ 10 കുപ്പികൾ പോലെ വെച്ചിട്ടുണ്ടാവും. അതിന് പിൻസ് എന്ന് പറയാം. 10 പിൻസ് ഉണ്ടാവും. ആ പിൻസുമ്മയ്ക്ക് നമ്മൾ ബോൾ ഉരുട്ടി വിട്ടിട്ട് മാക്സിമം നമ്പർ ഓഫ് പിൻസ് നമ്മൾ വീഴ്ത്താൻ നോക്കണം. നമ്മളുടെ കോമിറ്റ് ചെയ്യണവരെക്കാട്ടും മാക്സിമം നമ്പർ ഓഫ് പിൻസ് വീഴ്ത്തണം. അതാണ് ബൗളിംഗ് ഗെയിം.
ഇപ്പം ആതിര ചേച്ചി നമ്മൾ കളിക്കുന്ന എല്ലാവരുടെയും അതായത് പ്ലെയേഴ്സിൻ്റെ പേരുകളൊക്കെ അവിടെ ലിസ്റ്റിൽ അടിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ റൗണ്ട് കഴിയുമ്പോൾ നമ്മുടെ പോയിൻ്റ് നമ്മുടെ വരിയിലായിട്ട് ഇങ്ങനെ കാണിക്കും അതിൽ. അപ്പോൾ നമ്മൾ ഗെയിം കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അനിൽ ചേട്ടനാണ് ആദ്യം തന്നെ എറിഞ്ഞ് തുടങ്ങണത്. പിന്നെ ഓരോരുത്തരായിട്ട് പിന്നാലെ കളിച്ചു തുടങ്ങി. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ എറിയുമ്പോൾ നമുക്ക് എറിയണ സമയത്ത് 2 ചാൻസ് തരും. ഒരു പ്രാവശ്യം എറിഞ്ഞിട്ട് മൊത്തം വീണില്ലെങ്കിൽ രണ്ടാമത് നമുക്ക് ഒരു ചാൻസും കൂടി തരും. അങ്ങനെ ഓരോരുത്തർ എറിഞ്ഞ് കഴിയുമ്പോഴും ഓട്ടോമാറ്റിക്കലി മെഷീൻ വന്ന് പിൻസൊക്കെ റീസെറ്റ് ചെയ്ത് വെക്കും. ഇനി ഞാൻ എറിഞ്ഞ് ഫെയിലിയർ ആയതാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. ഇപ്പോൾ 82 പോയിൻറ്റ്സ് ആയിട്ട് ചൈതു ചേട്ടനാണ് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പെട്ടെന്നായിരുന്നു ഞങ്ങൾ ആരും പ്രതീക്ഷിക്കാണ്ട് ടൊർണേഡോ വാണിങ്ങൊക്കെ വന്നത്. ഇതുപോലെ ഇങ്ങനെ ശക്തിയായിട്ടുള്ള മഴയും പിന്നെ ചുഴലിക്കാറ്റൊക്കെ വരുമ്പോഴാണ് ഈ ടൊർണേഡോ വാർണിംഗ് വരുന്നത്. അപ്പോൾ ബിൽഡിങ്ങിലുള്ള എല്ലാവരും ഇങ്ങനെ ടൊർണേഡോ ഷെൽട്ടറിലേക്ക് ഇരുത്തും, എന്നിട്ട് വേറെ അപകടങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട്. അന്ന് ഞങ്ങൾക്ക് പുറത്ത് നടന്നതൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ ഇത് റീസെൻ്റ്ലി ന്യൂയോർക്കിൽ 2-3 ദിവസം മുന്നേ ഉണ്ടായ ടൊർണേഡോയുടെ വിഷ്വൽസാണിത്. ടൊർണേഡോ ആയിട്ട് ഇപ്പൊ ഇവിടെ ഏതോ ഒരു വരാന്തയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഈ അവസരത്തിൽ ആതിര ചേച്ചിക്ക് എന്താണ് പറയാനുള്ളത്? മര്യാദയ്ക്ക് വീട്ടിലിരുന്ന ഞങ്ങളെ ഇവരൊക്കെ കൂടിയാണ് ബൗളിങ്ങിന് പറഞ്ഞുകൊണ്ട് കൊണ്ടുവന്നത്. ഇത്ര നേരം നമ്മള്
മര്യാദയ്ക്ക് അവിടെ രസിച്ച് ബൗളിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്നായിരുന്നു ടൊർണേഡോ വാർണിംഗ് ഒക്കെ വന്നത്. ഞങ്ങളിപ്പോൾ എല്ലാവരും ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഇരിക്കുക. ആൾക്കാരൊക്കെ ഇരിക്കണുണ്ടോ വരാന്തയിൽ? ശരിക്കും നമ്മുടെ വണ്ടി എനിക്ക് നല്ല പേടിയുണ്ട് കേട്ടോ. ഭയങ്കര മഴയാണ് പുറത്ത്, എന്ത് വേണമെങ്കിലും സംഭവിക്കാം. എല്ലാവരും വരാന്തയിൽ ഇരിക്കുവാണ് ഇപ്പോൾ. ഇതാണ് ശരിക്കും എന്താന്ന് പറയുന്ന ഷെൽട്ടർ, ടൊർണേഡോ ഷെൽട്ടർ. നദി വെള്ളത്തിലേക്ക് എനിക്ക് ഏറ്റവും പേടിയോടാന്ന് വെച്ചാൽ നമ്മുടെ കാറ് കിടക്കുന്നതാ. ലൈക്ക് നിങ്ങൾ എവിടെ കാട് പാർക്കിയത്? എല്ലാവരും പാനിക് മോഡിലാണ്. എല്ലാവരും വരാന്തയിൽ ഇരിക്കുക ഗ്രൂപ്പായിട്ട്. ഞങ്ങൾ ഫുഡ് പോലും കഴിച്ചില്ല. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ലൈൻ നിന്നതാണ്. പക്ഷേ ലൈൻ നിന്നുകൊണ്ടിരുന്നപ്പോഴേക്കും സെക്യൂരിറ്റി വന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു പോകാൻ പറഞ്ഞു. ശരിക്കും ഇവിടെ എന്ത് വേണമെങ്കിലും ഇപ്പോൾ സംഭവിക്കാം. ഭാഗ്യത്തിന് കുറച്ച് കഴിഞ്ഞപ്പോൾ മഴയൊക്കെ നിന്നു, മാളൊക്കെ തുറന്നു. വിചാരിച്ച അത്ര ടൊർണേഡോ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും ഒരു പ്രൊസീജിയർ നിലയിൽ അവർക്ക് എന്തായാലും അവിടെയുള്ള ആൾക്കാരെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്ത് ടൊർണേഡോ ഷെൽട്ടറിൽ ഇരുത്തണമായിരുന്നു. അപ്പോൾ ഞങ്ങളൊക്കെ അവിടെ ഇരുത്തിയതാണ്. ഇപ്പോൾ മഴയൊക്കെ മാറി. ഇപ്പോൾ മാളിലെ എല്ലാ സ്റ്റോഴ്സും റീ ഓപ്പൺ ചെയ്ത് തുടങ്ങി. അപ്പോൾ ഞങ്ങൾ വീണ്ടും ഗെയിമിൻ്റെ ആ സ്ഥലത്തേക്ക് പോയി. എന്നിട്ട് അവിടെ അവർ റീ ഓപ്പൺ ചെയ്ത് ഞങ്ങൾ വീണ്ടും ഗെയിം കളിക്കാൻ കയറി. നമ്മൾ വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ്. നേരത്തെ ഒന്നും ഇവിടെ നിറച്ച ആൾക്കാരായിരുന്നു. ഇപ്പൊ അവര് റീ ഓപ്പൺ ചെയ്തു. ഞങ്ങൾ കുറച്ച് നേരം കൂടി ഗെയിം കളിച്ചു. ഇപ്പം ഗെയിം ഏകദേശം കഴിയാറായിട്ടുണ്ട്. അപ്പം നമ്മള് ഗെയിമൊക്കെ കഴിഞ്ഞു. How was the game? It was exhausting. It was very challenging. Athira was so competitive and പിന്നെ രണ്ട് ഗെയിമിലും ജയിച്ച ആളാണ് ഈ നിൽക്കുന്നത്. second game was very close. I tried to stick to my basics and play it. ഇതൊക്കെ Hello. സെക്കൻഡ് ഗെയിമിൽ മൊത്തം ഞാൻ ഫുഡ് ഓർഡർ ചെയ്യുന്നതിന്റെ തിരക്കില്ല. But I gave you one strike, full strike. ശരിയാ, ഞാൻ ഇതുവരെ സ്ട്രൈക്ക് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എല്ലാവരും ലൈക്ക് ചെയ്യുക വീഡിയോ. പിന്നെ കമൻസ് ഒക്കെ എഴുതി അറിയിക്കുക. പിന്നെ എല്ലാവർക്കും ഷെയർ ഒക്കെ ചെയ്തെടുക്കുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.